ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ കരുതൽ സ്വർണത്തിന്റെ 77% നമ്മൾ തിരികെ ഇന്നലെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുതൽ സ്വർണം ഇരുന്നത്. അവിടെ നിന്നും നമ്മൾ ആ സ്വർണം പിൻവലിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ്. ഇന്ത്യ പോലൊരു രാജ്യം ഈ കരുതൽ സ്വർണം എടുത്ത് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി. ജർമ്മനി അടക്കം അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ ഇടയ്ക്ക് ഞങ്ങളുടെ കരുതൽ സ്വർണം തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രംപ് വിരട്ടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഓൾറെഡി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് നമ്മുടെ കരുതൽ സ്വർണം വച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തിനാണ് ഈ സ്വർണം നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡ് റിസർവ് വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: അന്താരാഷ്ട്ര വ്യാപാരത്തിനായി ഉപയോഗിക്കാനാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഉപയോഗിക്കാൻ എളുപ്പം. നമുക്കിപ്പോ പുറത്ത് എന്തെങ്കിലും ഡീൽസോ കാര്യങ്ങളോ ഒക്കെ നടത്തണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക ശേഷി മറ്റൊരു രാജ്യം അറിയുന്നത് അവർക്ക് ഇത്ര ഗോൾഡ് റിസർവ് അവർക്ക് ഇന്ന സ്ഥലത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കൊരു വായ്പ കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആവശ്യമായപ്പോൾ ആവശ്യമായ ഇടപാടുകൾ വേഗത്തിൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത് തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് ഇത് അവിടെ ഇരിക്കുന്നത് നല്ലതല്ലേ എന്ന് പല ആൾക്കാരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് അതിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇൻഷുറൻസ് അടക്കം ഉള്ള കാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ എന്നുള്ളതാണ്. അതായത് സ്വർണം സ്വന്തം രാജ്യത്തിന്റെ സൂക്ഷിക്കുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് പണ്ടത്തെ കാലത്ത്, UPA സർക്കാരിന്റെ കാലത്ത്. പക്ഷെ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അത് മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തേക്ക് അത് 77% കൊണ്ടുവന്നിരിക്കുന്നു. ജിയോ പൊളിറ്റിക്കലായിട്ട് ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോ ഉടലെടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ സ്വർണം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അവിടെയാണ് ഇപ്പോ രാഷ്ട്രീയ വിദഗ്ധന്മാരൊക്കെ കയറിപ്പിടിച്ചിരിക്കുന്നത് ചേട്ടാ. അതായത് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്ര സ്വർണം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കാൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്താ പ്രശ്നം? അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വല്ലതും വരാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ കാണാടാ അപ്പുറത്ത് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉടലെടുക്കുകയാണ്. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഉടലെടുത്തപ്പോ ഇത് നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പേ അതിന്റെ എല്ലാ ആസ്പെക്ട്സും തെക്കും വടക്കും കിഴക്കും എല്ലാ ആസ്പെക്ട്സും ചർച്ച ചെയ്ത്, പടിഞ്ഞാറും എല്ലാം ചർച്ച ചെയ്ത് നമ്മൾ കൈ കഴുകി വിട്ടതാണ് മൊത്തത്തില്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നിക്കോബാറിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ പ്രോജക്റ്റ് നമ്മുടെ രാജ്യത്തിന്റെ നിധിയാണ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ചൈനയാണ്, പിന്നെ മറ്റു പല രാജ്യങ്ങളും. ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരുപക്ഷെ ലോകശക്തിയായി മാറും. അതുകൊണ്ട് തന്നെ ചൈന ഇതിന് തടയിടാനുള്ള വലിയ രീതിയിലുള്ള നീക്കം നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി അവിടെ പോയിരിക്കുന്നു. നമുക്കറിയാം, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊക്കെ ഈ പരിസ്ഥിതി സംഘടനകളുടെ പേരും പറഞ്ഞ് ഒരു കാര്യം വിഴിഞ്ഞം വന്നില്ലല്ലോ. അന്നത്തെ കാലത്തെ കോൺസ്പിറസി തിയറി ഞാൻ കുഞ്ഞായിരുന്നു കേട്ടോ, ഞാനന്ന് കേട്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൊളംബോ പോർട്ടിനെയോ സിംഗപ്പൂർ പോർട്ടിനെയോ ഒക്കെ ആയിരിക്കും. അവർക്കുള്ള വരുമാനം കുറയും. അതുകൊണ്ട് വിഴിഞ്ഞം വരാതിരിക്കാനായിട്ട് ഇവിടെയുള്ള കോൺഗ്രസ് ഗവൺമെന്റ് അവിടെയുള്ള ആൾക്കാരുടെ പൈസ മേടിച്ചാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തെറ്റോ ശരിയോ എനിക്കറിയില്ല. അപ്പൊ അതുപോലെ ഇപ്പോ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വരാതിരിക്കാൻ രാഹുൽ ഗാന്ധി അവിടെ പോയി പണിയെടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് യവന്മാർ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചിദംബരത്തിന്റെ ഒരു വീഡിയോ കാണുകയായിരുന്നു. ന്യൂക്ലിയർ പവർ ഇന്ത്യ ആയപ്പം നമ്മുടെ രാജ്യത്തിന് വിമർശിച്ചു. നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്ക് എന്തിനാണ് ന്യൂക്ലിയർ പവർ എന്നാണ് അവന്മാർ അന്ന് ചോദിച്ചത്. നമ്മുടെ രാജ്യത്ത് റോഡ് കെട്ടാൻ സമ്മതിക്കില്ല, അതിർത്തി വികസിപ്പിക്കാൻ സമ്മതിക്കില്ല, കോക്കോ ദ്വീപുകൾ എടുത്ത് നേരെ മറ്റവന്മാർക്ക് കൊടുത്തു, വീറ്റോ പവർ എടുത്ത് ചൈനയ്ക്ക് കൊടുത്തു, അക്സൈറ്റിന്റെ അടുത്ത് ചൈനയ്ക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഊടുപാടും വിറ്റ് നിന്നുകൊണ്ടിരിക്കുന്ന യുവമാർ ഇപ്പോ ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലും കൈവച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ യവന്മാരാണോ അതേ മറ്റു ശക്തികളുണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ പോലെ ഈ സ്വർണവും ഇങ്ങോട്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ ചേട്ടാ? സ്വർണം എത്തിയത് എൻ്റെ ഒരു നിഗമനം കൂടെ ഞാൻ പറയാം. അത് ഒന്ന് സുരക്ഷ തന്നെയാണ്. ഒരുപക്ഷെ
ഒരു വാറിന്റെ പ്രതീതി നമ്മുടെ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് ഒരു വാറിന്റെ പ്രതീതി വരികയും മറ്റു രാജ്യങ്ങൾ സാമ്പത്തികമായി അസ്ഥിരപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അത് സ്വന്തം ഇടത്തേക്ക് തന്നെ കൊണ്ടുവന്ന് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു വാർത്ത വന്നിരുന്നു, നമ്മളും അത് ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിരുന്നു. ഡോളർ മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതില് ഇപ്പൊ പുറത്തു വരുന്ന ഡോളറൈസേഷൻ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു വാർത്ത, നിലവിൽ ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ, ഈജിപ്റ്റ്, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അവരവരുടെ നാണയത്തിലാണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിന്റെ 65% ഇന്ത്യ ആണ് അതിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഇത്തരം ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം RBIക്കാണ് അതിന്റെ ചുമതല കിട്ടിയിരിക്കുന്നത്. RBI അത് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് അത് ഉടനെ തന്നെ വരും. അതായത് ഈ പറയുന്ന രാജ്യങ്ങൾ, ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. ലോകത്തെ 42% എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഈ ബ്രിക്സ് രാജ്യങ്ങളാണ്. 42% എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് UAE ഉണ്ട്, ഇറാനുണ്ട്, പല രാജ്യങ്ങളുമുണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഈവൻ ബ്രസീൽ പോലും ഉണ്ട്. അപ്പോ അത് മാത്രവുമല്ല, ഏതാണ്ട് അത്രയും ശതമാനം തന്നെ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഈ ബ്രിക്സ് രാജ്യങ്ങളാണ്. ഇപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരുടെ നാണയത്തിൽ മാത്രമല്ല സ്വർണത്തിലും അവർ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവച്ചും ഒക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. കാരണം ഡോളറിനെ ഇപ്പൊ ആശ്രയിക്കുന്നുണ്ട്. ഡോളറിനെ ആശ്രയിക്കാത്തതിൻ്റെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോളറിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്ന കമ്മീഷന്റെ ഒരു വലിയ ലാഭം നമുക്ക് കിട്ടും. ഡോളറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഉള്ള കമ്മീഷൻ, ആ ഒരു കമ്മീഷൻ വലിയൊരു തുകയാണ്, അതിന്റെ ഒരു ലാഭം കിട്ടും. രണ്ടാമത്തെ കാര്യം, വളരെ ഈസി ആയിട്ട് ഇത് മുമ്പോട്ട് ഓരോ രാജ്യത്തിനും അവരുടേതായ ആസ്തിക്കനുസരിച്ച് അത് മൂവ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ ഒരുപക്ഷെ ഈ സ്വർണം ഇവിടെ എത്തിക്കുന്നത് ഇന്ത്യ ഇതിന്റെ ഒരു ഹബ്ബായി, ഈ ബ്രിക്സ് നാണയത്തിന്റെ ഒരു മെയിൻ ഹബ്ബായിട്ട്. ഇതുവരെയുള്ള പ്രശ്നം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എവിടെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായമൊക്കെ വരാൻ പോകുന്നു എന്ന് കേട്ടു. ഒരുപക്ഷെ യൂണിറ്റി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു ഏകീകൃത നാണയത്തിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. യൂണിറ്റി തന്നെ വരാം. അതായത് പല രാജ്യങ്ങളുടെ കറൻസികൾ ഒരു ബക്കറ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. അപ്പൊ അതിന്റെ ഒരു ഹബ്ബായിട്ട്, ഇല്ല അതിന്റെ ഒരു മെയിൻ കേന്ദ്രമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഇത് വരുന്നത്. കാരണം നമ്മളിപ്പോൾ യുവാനിൽ നമ്മളും ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചൈനയിൽ നിന്ന് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നൊക്കെ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ഇറാന് പൈസ കൊടുത്തത് യുവാനിലായിരുന്നു. നമ്മളത് ചൈനയിലെ ICICI ബാങ്ക് വഴിയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോൾ യുവാനിലുമായിട്ട്, യുവാൻ ഈ രൂപയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ, അതും അധികം വൈകാതെ വരും. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ റുപ്പീസ് വന്നു കഴിഞ്ഞിരിക്കുന്നു, UAE വന്നു കഴിഞ്ഞിരിക്കുന്നു, ബ്രസീലുമായിട്ട് ഇത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അങ്ങനത്തെ ബ്രസീലായിട്ട് ഇതിനേക്കാൾ മുമ്പ് ബാർട്ടർ സമ്പ്രദായമായിരുന്നു. കാരണം ഈ ലോകത്ത് എല്ലായിടത്തും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതോടുകൂടി അത് മാത്രവുമല്ല, ഇപ്പം ഈ റഷ്യക്കെതിരെ അടിക്കടി ഉപരോധങ്ങൾ വരുന്നത് ഈ ഡോളറിനെയും മറ്റു രാജ്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. കാരണം റഷ്യയുടെ നിന്ന് എല്ലാവർക്കും എണ്ണ മാത്രമല്ല, നമ്മളൊക്കെ എണ്ണ അവരുടെ നിന്ന് വാങ്ങാൻ തുടങ്ങുന്നത് 2022 മുതലാണ്. അപ്പൊ എണ്ണയല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയെ സംബന്ധിച്ചാണ് വളം, അതുപോലെ തന്നെ ഈ സാങ്കേതിക ഉപകരണങ്ങൾ, അതുപോലെ തന്നെ കൽക്കരി, ഇതെല്ലാം നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. കാരണം ഈ ഉപരോധം വരുമ്പോഴത്തേക്കും നമുക്ക് ഡോളറിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. ഈ സാഹചര്യത്തിലേക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. അതിനൊരു കാരണം, ഉപരോധം വരുമ്പോൾ സ്വാഭാവികമായി സ്വിഫ്റ്റ് കോഡുകൾ നഷ്ടപ്പെടും. സ്വിഫ്റ്റ് കോഡുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ മറികടക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ഏകീകൃത ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് കൂടുതലായി പാശ്ചാത്യ ബാങ്കുകളെ സഹായം ആവശ്യമായി വരും ഇത് ഡോളറിലേക്ക് കൺവെർട്ട് ചെയ്ത് അയക്കാനായിട്ട്. ഈ ഉപരോധം വരുമ്പം പാശ്ചാത്യ ബാങ്കുകൾക്ക് അത് ബാധകമാകും. അങ്ങനെയാണ് നമുക്ക് UAE വഴിയായിരുന്നു നമ്മുടെ റഷ്യയിലേക്കുള്ള എല്ലാ ട്രാൻസാക്ഷനും നടന്നിരുന്നത്. ഈ പാശ്ചാത്യ ബാങ്കുകൾ വഴിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ പാശ്ചാത്യ ബാങ്കുകളൊക്കെ ഉപരോധത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ റഷ്യക്ക് പണം കൊടുക്കാനില്ലാതെ വന്നതുകൊണ്ടാണ് നമുക്ക് എണ്ണ കുറയ്ക്കേണ്ടി വന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞു, ട്രംപ് പറഞ്ഞു K2 ഇന്ത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല, പൈസ കൊടുക്കാൻ പറ്റിയില്ല. പൈസ കൊടുക്കുക അവർക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എടുക്കാനുള്ള സംവിധാനം അന്ന് അവർക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾ ദുബായ് വഴിയാണ് നമ്മൾ ഈ ഡോളർ ഇത് ചെയ്തവർക്ക് റഷ്യക്ക് കൊടുത്തിട്ടത്. അതും സ്റ്റോപ്പായി പാശ്ചാത്യ ബാങ്കുകളൊന്നും ഈ ഉപരോധം പേടിച്ചിട്ട് അത് ചെയ്യാത്ത അവസ്ഥ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനിടയിൽ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു, ഇന്ത്യ എന്നൊരു കരുത്തുറ്റ രാജ്യമാണെന്നും സാമ്പത്തിക സ്ഥിതി നമ്മൾ വളരെയധികം മെച്ചപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്വർണം നമ്മൾ വാങ്ങി ഇവിടെ സൂക്ഷിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ്, നോക്കൂ, ആ ഒരു വാർത്ത എത്തുന്ന സമയത്താണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോകുന്നത്. എന്താണ് ആൻഡമാൻ നിക്കോബാർ പ്രത്യേകത? ഇപ്പൊ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യം ഇപ്പോൾ ധനുഷ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിഴിഞ്ഞം തന്നെ പറയാം. ഈ വിഴിഞ്ഞം വന്നപ്പോഴേക്കും അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ദുബായ് പോർട്ടുകൾക്കാണ്. ദുബായ്, സിംഗപ്പൂർ ഇവരെല്ലാം വലിയ ബഹളം ഉണ്ടാക്കിയല്ലോ. ഇന്ന് ഈ യുദ്ധം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് വിഴിഞ്ഞം പോർട്ടാണ്. ചൈന തൊട്ടപ്പുറത്തോണ്ട് ഹമ്പൻ തൊട്ട തുറമുഖം ശ്രീലങ്കയുടെ 99 വർഷത്തിന് പാട്ടത്തിന് മേടിച്ച് അവരിപ്പോൾ അവിടെ മലമുറിക്കും, വലിയ സംഭവമാകുമെന്ന് പറഞ്ഞു. അതെന്ത് പറ്റി?
പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയില്ലേ. ഇപ്പോൾ ഷിപ്പുകൾ എങ്ങോട്ടേക്ക് വരുന്നു? വിഴിഞ്ഞത്തേക്ക് വരും. അതിനേക്കാൾ വലിയ സാധ്യതയാണ് ഈ ആൻഡമാൻ നിക്കോബാറിലുള്ളത്. സൈനികപരമായിട്ടുണ്ട്, തന്ത്രപരമായിട്ടുണ്ട്, അതിനേക്കാൾ അപ്പുറത്ത് വാണിജ്യപരമായിട്ടുണ്ട്. കാരണം ഈ മലാക്ക കടലിടുക്കിലൂടെ വരുന്നത്, അതായത് ഇറാൻ എങ്ങനെയാണോ ഹോർമിസ് കടലിടുക്ക്, അതുപോലെ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതിനേക്കാൾ ഒരുപടി കൂടി മുകളിലാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇവിടെ ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി വന്നു. ഇതിനു മുമ്പ് ശ്രീമതി സോണിയാഗാന്ധി അവിടെ പോയിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോണിയാഗാന്ധി അന്ന് പറഞ്ഞത് മരങ്ങൾ വെട്ടി മാറ്റുന്നു, മുറിച്ചു നീക്കുന്നു, പരിസ്ഥിതിക്ക് ഭയങ്കര ആഘാതം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ പരിസ്ഥിതിയുടെ പേരിൽ എത്ര പദ്ധതികളാണ് ഇല്ലാതാക്കിയത്. എനിക്ക് തോന്നുന്നു അതിനകത്തൊക്കെ ഒരു പരിധിവരെ ഇടതുപക്ഷവും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അവർ നിരന്തരം സമരം ചെയ്തിട്ടാണ് ഈ കേരളത്തിൽ എത്രയോ പദ്ധതികൾ ഉണ്ടായിരുന്നു. ചെറുകിട കാരണം നമുക്കിവിടെ വൻകിട ജലകിട പദ്ധതിയൊന്നും നമ്മുടെ കേരളത്തിൽ നടപ്പാകില്ല. ചെറുകിട ജലവൈദ്യുതി പദ്ധതികളൊക്കെ കുറഞ്ഞ വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അനവധി ചെറിയ ഒരുപാട് ജല സ്രോതസ്സുകൾ നമുക്ക് ചെറിയ പദ്ധതികൾ കൂടെ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ വൈദ്യുതി പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ശ്രീ എം മണി, അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഈ ഇത് ചെയ്യാമായിരുന്നു, ഈ സമരങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ. ഇവിടെ CPM എല്ലാവരും സമരം ചെയ്ത് ഇല്ലാതാക്കിയതാണ്. കൂടംകുളം പദ്ധതിക്കെതിരെ എത്ര വലിയ സമരമാണ് നടന്നത്, വെടിവെപ്പ് നടന്നില്ല, എത്ര പേര് മരിച്ചു. ഈ വിഴിഞ്ഞത്തിനെതിരെ എന്തുമാത്രം സമരം നടന്നു. ഈ അവസാന നിമിഷത്തിലും വിഴിഞ്ഞത്ത് വലിയ സമരം നടന്നില്ലേ. അവസാനം അതായത് വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുക, ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക, അതിന്റെ ഭാഗമായിട്ട് അതിന്റെ കൊട്ടേഷൻ നേരിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു 1.5 മാസം മുമ്പായിരുന്നു ചൈനയിൽ സന്ദർശനം നടത്തി. അവിടെ സന്ദർശനം നടത്തി അദ്ദേഹം അവരുമായിട്ടൊക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ എല്ലാവരും കണ്ടത്. അന്ന് വലിയ വാർത്തയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. രാഹുൽ ഗാന്ധി ചൈന സന്ദർശിച്ചു. ഇപ്പൊ ചൈന സന്ദർശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ. കാരണം ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഈ ഒരു പോർട്ടും അനുബന്ധ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ചൈനയാണ്. കാരണം ഇന്ത്യയുടെ വായിൽ കൂടെ വേണം പിന്നെ ചൈനയ്ക്ക് മുമ്പോട്ടും ഒക്കെ സഞ്ചരിക്കാനായിട്ട്. ഇത് തന്നെയാണ് ചൈനയെ അലോർസപ്പെടുത്തുന്ന ഒരു കാര്യം. അതിനവർ കൃത്യമായി തന്നെ കരുക്കൾ നീക്കിയത് രാഹുലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ഇത് ചൈന മാത്രമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അമേരിക്കയും ഇതിനകത്തുണ്ടാകാം, വിവിധ രാജ്യങ്ങളുണ്ടാകാം. മുമ്പ് ഈ ചൈന ഇവിടെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടുണ്ടല്ലോ കാര്യങ്ങൾ മുമ്പോട്ട്. ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമം അവരുടെ ഫുൾ പേജ് പരസ്യമാണ് കൊടുത്തത്. ആ ചൈനീസ് അംബാസഡർ വന്നിട്ടാണ് അവരുടെ വാർഷികം ആഘോഷിക്കുന്നതും ആ ചീഫ് എഡിറ്ററുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ചെന്നൈ വന്നിട്ടാണ്. ഞാൻ ആ മാധ്യമത്തിന്റെ പേര് പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് മാധ്യമമാണ്. അപ്പം അവിടെ വന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചടങ്ങ് വരെ നടന്നുകൊണ്ടിരുന്ന രാജ്യമാണിത്. ഇപ്പൊ പറ്റുന്നില്ല കാര്യം എന്നുള്ളൂ. അപ്പം മാധ്യമങ്ങളെയും ഒക്കെ വിലക്കെടുത്തുകൊണ്ട് ഇതേ കണക്ക് അനാവശ്യപരമായിട്ടുള്ള സമരം, അതായത് ഈ പരിസ്ഥിതി ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. വിഴിഞ്ഞത്ത് എന്തായിരുന്നു പ്രശ്നം? പരിസ്ഥിതി ദുർബലപ്പെടുത്തുന്നു പറഞ്ഞിട്ടില്ല അവർ സമരം ചെയ്തത്. ഇപ്പൊ എന്താ പരിസ്ഥിതിക്ക് വല്ല കുഴപ്പം വന്നിട്ടുണ്ടോ? വിഴിഞ്ഞം തുറമുഖം വന്ന് കപ്പലും എടുത്തില്ലേ, എന്തെങ്കിലും കുഴപ്പം വന്നു? കൂടംകുളം ആണവ വൈദ്യുതി നിലയം വന്നപ്പോൾ എന്ത് പറഞ്ഞു? അണുബോംബ് വിട്ട് എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, ചെർണോബില് ആണവ ദുരന്തമുണ്ടായി, അതിന്റെ കഥയായിരുന്നു ഇവിടെ പറഞ്ഞു. ഇതുവരെ കൂടംകുളത്തിന് സംഭവിച്ചിട്ടില്ലല്ലോ. ഭാവിയിൽ വരാവുന്ന ഗെയിൽ പദ്ധതി വന്നു. എന്റെ പുനരുദ്ധരിച്ച ഗെയിൽ പദ്ധതി വന്നപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഭൂമിക്കടയിൽ കൂടെ വന്ന് പൈപ്പ് പൊട്ടിത്തെറിച്ച് ഗ്യാസ് പൊട്ടിച്ച് മരിക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്ന LPG രണ്ടാണ്. മറ്റേത് നാച്ചുറൽ ഗ്യാസ് ആണ് ഈ പൈപ്പ് ലൈനിൽ കൂടെ കടന്നു വരുന്നത്. അത് അങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അത് വലിയ അപകടം ഉണ്ടാക്കുകയോ ചെയ്യും. വളരെ സേഫ് ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ് ഈ നാച്ചുറൽ ഗ്യാസ്. അതാണ് അതിൽ കൂടെ വരുന്നത്. പകരം ഇവിടെ പറഞ്ഞു വരുത്തിയത് എന്താണ്? ഗ്യാസ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആകപ്പാടെ തകർന്ന് തരിപ്പണമാകും. ഇത് കണ്ടപ്പോൾ കുറച്ച് മലയാള സിനിമകളും അത്തരത്തിലുണ്ട്. മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു സിനിമ അതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത്. ഒരു ടാങ്കർ, ഗ്യാസ് ടാങ്കർ ഫയർമാൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഇത്തരം സിനിമകൾ കൊണ്ടുവന്നൊരു പ്രൊപ്പഗൻഡ അവിടെ സെറ്റ് ചെയ്യുക, ജനങ്ങളെ കുറച്ചുകൂടെ ബോധവൽക്കരിക്കുക. അതായത് ഇത് പൊട്ടിത്തെറിച്ചാലുണ്ടാകുന്ന അപകടം എന്താണ്, ഇതെങ്ങനെയാണ് എന്നുള്ളത്. അതിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അത് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഭയം ഇവിടെ വിതയ്ക്കുക, അതിനുശേഷം സമരം ചെയ്യുക, ഈ വികസന പ്രവർത്തനങ്ങൾ തടയുക. ഇതാണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മീഡിയ, പാർട്ടികള്, ഒപ്പം തന്നെ ഈ ഇതിന്റെ ശക്തികൾ, ഇവർ മൂന്നും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ സാധ്യത നടക്കുന്നത് ഇവിടെ. അപ്പൊ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഇപ്പൊ പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വലിയ അക്സെപ്റ്റൻസ് അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിനൊരു വലിയ പിന്തുണ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ജനത്തിന് കാര്യങ്ങൾ അറിയാം. രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇപ്പൊ അക്സെപ്റ്റൻസ് ഇന്ത്യയിൽ ഇല്ല. അപ്പൊ പിന്നെ ജനത്തിന് കാര്യങ്ങൾ അവർക്കൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. ഏതായാലും ഇന്ത്യയുടെ ഇപ്പോൾ ഒരു വലിയ മൂവ്മെന്റ് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു വലിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്വർണം കരുതൽ ശേഖരം കൊണ്ടിരുന്ന അതിൽ തന്നെ അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ധനുഷ് അതിന് വളരെ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യത്തിന് മാത്രമേ അങ്ങനെ കൊണ്ടുവരാനും ഇവിടെ സൂക്ഷിക്കാനും കഴിയൂ. അതായത് സാമ്പത്തികമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാകണം, ഒപ്പം തന്നെ അത് സൂക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം, അത് ക്രയവിക്രയം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. ഒരുപക്ഷെ ഈ ബ്രിക്സിന്റെ ഏതാണ്ട് ഈ പറയുന്ന ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഹബ്ബായിട്ട് ഇന്ത്യ മാറുന്നതിന്റെ ഭാഗമായിട്ടാകാം. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക്
ഉണ്ടായതുകൊണ്ടാകാം. ഏതായാലും മുമ്പൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് കാര്യം നടത്തിയെടുത്തു നിന്നും ആ പണയം വെച്ച സാധനം തിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു പൗരനെ സംബന്ധിച്ച് വളരെ വലുതാണ്. സ്വർണം തിരിച്ചു കൊണ്ടുവന്ന പട്ടിണി മാറുമെന്ന് ചോദിക്കുന്നവരുണ്ടാകും. അവരുടെ പട്ടിണി ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണ്ടത്. ഇതേ സെയിം സമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ ആൻഡമാനും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഉള്ളതും കൂടെ ഉണ്ടാകും. ഒരു ശ്രദ്ധേയമായ കാര്യം. കാരണം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ സ്വർണം തിരിച്ചെടുക്കുന്ന വലിയ വാർത്തയായിരുന്നു ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ. കേരളത്തിൽ അത് എത്ര വാർത്തയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വലിയ വാർത്ത തന്നെയായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ചൈന മാത്രമായിരിക്കില്ല അതിന് പിന്നിലുള്ളത്, അമേരിക്ക ഉൾപ്പെടെ. കാരണം അമേരിക്കയിൽ ഇദ്ദേഹം ഒരു വിസിറ്റൊക്കെ നടത്തിയിരുന്നു. അതും നമ്മൾ വിലക്കപ്പെട്ടവരായി കരുതുന്ന കുറച്ച് പേരുമായിട്ട് ഇദ്ദേഹം കൂടിക്കാഴ്ചയും മറ്റും നടത്തുന്ന ചിത്രങ്ങളുമൊക്കെ പുറത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇനി ഇത്തരം ഒരു സമരം കത്തിച്ച് ഈ രാജ്യത്ത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം ജനം ഇതെല്ലാം കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം.